Now we discuss a theorem 12.4 and theorem 12.5. രണ്ട് തിയറംസ് ആണ് ഇവിടെ സംസാരിക്കുന്നത്. ഫസ്റ്റ് തിയറം, ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ കാണുന്നതാണ്. ഈ പ്ലസ് ടു റിയൽ ലൈനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലസ് ടുവിലൊക്കെ ഡിഗ്രിയിലൊക്കെ എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും, എന്നാൽ അതിൻ്റെ കോൺവേഴ്സ് ശരിയല്ലെന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇത് ജനറലി നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ജനറലി മീൻസ് RN to RN ഓർ RN to RMൽ ഈ റിസൾട്ട് നമ്മൾ ട്രൂ ആണെന്ന് അതിൻ്റെ പ്രൂഫ് എഴുതാൻ പോകുന്നു. ഓക്കെ, given that f is differentiable at c means, then by previous theorem or using Taylor's formula, f of c plus v equal to f of c plus tcv plus norm v then ECV. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു ടൈലേഴ്സ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ തിയറത്തിലും അതിനു മുമ്പുള്ള ടോട്ടൽ ഡെറിവേറ്റീവിൻ്റെ നോട്ടിലും ഇത് വിശദമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ഡെഫിനിഷൻ എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, അറ്റ് സിയിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് ഈ എഫ് ഓഫ് സി പ്ലസ് വിയെ ഇതേപോലെ എഴുതാൻ സാധിക്കും. ഒരു ഇക്വേഷനാണ്, ടൈലേഴ്സ് ഫോർമുല എന്ന് പറയാം. ഓക്കെ, ഇതിൽ പ്രത്യേകത EC or the difference, the error ECB tends to 0 as V tends to 0. ആ റിസൾട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇനി വി എന്ന് പറയുന്നത് വെക്റ്ററാണ്. ആ വിയെ നമ്മൾ അസ്യൂം ചെയ്യുന്നു. വിയെ നമ്മൾ U1 U2 എക്സെട്ര UN യൂണിറ്റ് കോർഡിനേറ്റർ വെക്റ്ററിൽ റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെ V1 U1 പ്ലസ് V2 U2 പ്ലസ് എക്സെട്ര പ്ലസ് VN UN. അത് U1 UI എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കോർഡിനേറ്റ് വെക്റ്റേഴ്സ്. ഇപ്പോൾ R2-ലാണത് സംസാരിക്കുന്നതെങ്കിൽ U1 നമ്മൾ 1 0 എന്ന് എഴുതും, U2 നമ്മൾ 0 1 എന്ന് എഴുതും. R3-ലാണെങ്കിൽ U1 ആകുമ്പോൾ 1 0 0, U2 0 1 0, U3 0 0 1. ഇതിൽ നമ്മൾ ബേസിസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് വെക്റ്റർ സ്പേസിൽ. ഈ ബേസിസ് കൊണ്ട് നമുക്ക് ഏതൊരു വെക്റ്ററിനെയും ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. അതേ രീതിയിൽ വിയെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. V1 U1 പ്ലസ് V2 U2 പ്ലസ് എക്സെട്ര പ്ലസ് VN UN. അപ്പോൾ R3-ലാണെങ്കിൽ ഇപ്പോൾ 2 3 5 എന്നൊരു വെക്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനെ 2 ഇൻറ്റു U1 പ്ലസ് 3 ഇൻറ്റു U2 പ്ലസ് 5 ഇൻറ്റു U3 എന്ന് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിവിടെ വെക്റ്റർ വിയെ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ടോട്ടൽ ഡെറിവേറ്റീവ് ടി എന്ന് പറയുന്നത് ലീനിയറാണ്. അപ്പോൾ TCVയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് എഴുതാൻ സാധിക്കും TC. ഇവിടെ വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വി എന്ന് പറയുന്നത് V1 U1 പ്ലസ് V2 U2 പ്ലസ് എക്സെട്ര പ്ലസ് VN UN നമ്മൾ അസ്യൂം ചെയ്തല്ലോ. ഇത് ടി ലീനിയർ ആയതുകൊണ്ട് നമുക്കിതിനെയും V1 TC U1 ഇതേപോലെ റെപ്രസെൻറ്റ് ചെയ്യാം. ബിക്കോസ് ടി ഈസ് ലീനിയർ. ആ റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. ആൻഡ് ആൾസോ ഹാവ് ആസ് V tends to 0. V tends to 0 means each component tends to 0. What is V? V means V1 U1 plus V2 U2 plus etc. Then each component is becomes 0. That is U1 and U2 etc. are unity vectors. Therefore only possibility is each Vi tends to 0 for each I. V എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V1 U1 പ്ലസ് V2 U2 എന്ന് അസ്യൂം ചെയ്തല്ലോ. അല്ല, U1 എന്ന് പറഞ്ഞാൽ R3-ലാണെങ്കിൽ 1 0 0 0 എന്ന് എഴുതി. RN-ആകുമ്പോൾ 1 0 0 0 എക്സെട്ര 0 N2 പ്ലസ് ആയിട്ട് എഴുതും.
അപ്പോൾ വി ടെൻസ് സീറോ ആകുമ്പോൾ u1ഉം u2 ഒന്നും സീറോ ആകില്ല, അത് യൂണിറ്റ് വെക്ടേഴ്സാണ്. പിന്നെ ഉള്ളി പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ കോഎഫിഷ്യൻ്റ് സ്കേലാർ ടെൻസ് ടു സീറോ ആകണം. ദറ്റ് ഈസ് വി ഐ ടെൻസ് ടു സീറോ. അപ്പോൾ വി ഐ ടെൻസ് ടു സീറോ ആണെങ്കിൽ ഈച്ച് കമ്പോണൻറ്റ് v1 ടി സി u1, v2 ടി സി u2 ടെൻസ് ടു സീറോ. ദറ്റ് ഈസ് ടി സി വി ടെൻസ് ടു സീറോ. Okay, but TCV tends to 0 and also V tends to 0, then ECV tends to 0. Then our result means initially assume f of c plus v. F of c plus v equal to f of c plus TCV plus the norm v ECV. ഇതിൽ ആസ് വി ടെൻസ് സീറോ ഈസ് ഇ ടെൻസ് സീറോ ആൻഡ് ടി സി ബി ടെൻസ് സീറോ. ദെർഫോർ എഫ് ഓഫ് സി പ്ലസ് വി ടെൻസ് ടു എഫ് ഓഫ് വി. ഈ രണ്ട് ടൈം ടെൻസ് ടു സീറോ. ദെൻ അവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ടെൻസ് ടു എഫ് ഓഫ് സി. F of c plus v tends to f of c, which implies f is continuous at c. F is continuous at c. Hence the theorem. Okay. And now we discuss another theorem. Theorem 12.5. This theorem is the representation of total derivative in terms of partial derivatives. Partial derivatives നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡി കെ എഫ് ഓഫ് സി, ഡി കെ എഫ് ഓഫ് സി നമ്മൾ കണ്ടിട്ടുണ്ട്. ഡി കെ അവിടെ കെയ്ത്ത് കമ്പോണൻ്റ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കെയ്ത്ത് കമ്പോണൻ്റാണ് ഡി കെ എഫ് ഓഫ് സി. എന്താണ് ഡി കെ? നമ്മൾ എക്സാമ്പിൾ 3യിൽ ഫസ്റ്റ് വീഡിയോയിൽ എക്സാമ്പിൾ 3യിൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡി കെ എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ കമ്പോണൻ്റ് ഫോമിൽ ഡി കെ എഫ് വൺ സി പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ഫസ്റ്റ് കമ്പോണൻ്റ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്റ്റ് ടു സെക്കൻഡ് കമ്പോണൻ്റ്, f1, f2, etc. denote the with respect to indicator with respect to 1 first component, 2 first second component, etc. That is etc. dk fmc. ഓക്കെ. അപ്പോൾ ഡി കെ എഫ് സി എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് D1 എഫ് ഓഫ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് D1 എഫ് ഓഫ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് F1 സി ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് സൂചിപ്പിക്കും. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ D1 എഫ് ഓഫ് സി എന്ന് എഴുതുന്നത്. ക്യാപിറ്റൽ D1 എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു അറ്റ് സി. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടുന്നത് ടോട്ടൽ ഡെറിവേറ്റീവിനെ പാർഷ്യൽ ഡെറിവേറ്റീവിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ദ തിയറം 12.5 ഈസ് ദ ടോട്ടൽ ഡെറിവേറ്റീവ് expressed in terms of partial derivatives. Total derivative expressed in terms of partial derivatives. Okay. നമ്മൾ ഈ ഡി വൈ ബൈ ഡി എക്സ് കാണുമ്പോൾ നമുക്കറിയാം ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി യു ബൈ ഡി എക്സ്. നമ്മളതിനെ യുവിനെ ആദ്യം വിത്ത് റെസ്പെക്റ്റ് ടു ഫസ്റ്റ് വേരിയബിളിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും.
യു ഇൻ ടി ആണെങ്കിൽ യുവിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ദെൻ ടി എ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, പ്ലസ് അങ്ങനെ ഈ പ്രൊസീജിയർ. ഇതാണ് നമ്മൾ ടോട്ടൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഡിഗ്രി ലെവൽ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ഡെറിവേറ്റീവിനെ പാർഷ്യൽ ഡെറിവേറ്റീവിൽ റെപ്രസെൻ്റ് ചെയ്യുക. തിയറം 12.5 സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഹിയർ എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ എൻ. സ്റ്റേറ്റ്മെൻറ്റിൽ ചെറിയൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എസ് സബ്സെറ്റ് ഓഫ് ആർ എൻ and f from S to Rm and C is a point in S, and if V, our V is equal to V1 U1 plus V2 U2 plus etc. plus Vn Un, where Ui are unit coordinate vectors in Rn, then എഫ് ഡാഷ് സി വി. ഈ എഫ് ഡാഷ് സി വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എഫ് ഡാഷ് സി വി. ഇതിന് പകരമുള്ള വേറെ റെപ്രസെൻറ്റേഷനാണ് എഫ് ഡാഷ് സി ദെൻ വി. അല്ല, എഫ് ഡാഷ് സി ഇൻറ്റു വി എന്നല്ല എൻ്റെ മീനിങ്. ഓക്കെ, എഫ് ഡാഷ് സി വി ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n വി കെ ഡി കെ നോക്കൂ ഡി കെ എഫ് ഓഫ് സി. എഫ് ഡാഷ് സി വി എന്ന് പറയുന്നത് ക്യാൻ ബി റെപ്രസെൻ്റ് ആസ് V1 D1 എഫ് ഓഫ് സി പ്ലസ് V2 D2 എഫ് ഓഫ് സി പ്ലസ് എക്സെട്ര എന്ന രീതിയിൽ സൂചിപ്പിക്കാമെന്നും, ഇൻ പർട്ടിക്കുലർ എഫ് ഈസ് റിയൽ വാല്യൂഡ്. എഫ് ഈസ് റിയൽ വാല്യൂഡ് മീൻസ് ദ കോഡൊമൈൻ Rm ഈസ് R1, ദാറ്റ് ഈസ് M equal to 1. എഫ് ഈസ് റിയൽ വാല്യൂഡ് മീൻസ് only real number means only one component, that is M equal to 1. Then prove that f dash c that V is equal to del f of c dot to V. Gradient. Del means here use our gradient. Then del f of c means ഡെല്ലൊക്കെ നമ്മൾ ഡിഗ്രി ലെവലിൽ കണ്ടിട്ടുണ്ട്. ഗ്രേഡിയൻറ്റിനൊക്കെ സൂചിപ്പിക്കും. ഇതിൽ D1 എഫ് ഓഫ് സി എക്സെട്ര DN എഫ് ഓഫ് സി. അതേപോലെ നേരത്തെ ഡെല്ലെന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പോണൻറ്റിനെ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, സെക്കൻഡ് കമ്പോണൻറ്റിനെ വിത്ത് റെസ്പെക്ട് വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നമ്മൾ 2Dയിൽ പറയുമ്പോൾ അങ്ങനെ ഡെല്ലിനെ ഡിഫൈൻ ചെയ്യും. 3Dയിലാകുമ്പം തേർഡ് കമ്പോണൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇതാണ് ഡെല്ലിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് വേറൊരു രീതിയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്. ഇതും എന്താ പാർഷ്യൽ ഡെറിവേറ്റീവ്, നമ്മുടെ ഡിഗ്രിക്ക് പഠിച്ച പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അത് തന്നെയാണ്. എഫിനെ വിത്ത് റെസ്പെക്റ്റ് ഫസ്റ്റ് കമ്പോണൻറ്റ് പാർഷ്യലി, എഫിനെ വിത്ത് റെസ്പെക്റ്റ് സെക്കൻഡ് കമ്പോണൻറ്റ് പാർഷ്യലി, എക്സെട്ര എഫിനെ പാർഷ്യലി വിത്ത് റെസ്പെക്റ്റ് ടു ദ ലാസ്റ്റ് കമ്പോണൻറ്റ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതിൽ ഫസ്റ്റ് കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എഫ് ഡാഷ് സിയുടെ വിയുടെ നമ്മുടെ ഡെഫിനിഷൻ എഴുതാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ എഫ് ഡാഷ് സി വി, ദെൻ എഫ് ഡാഷ് സി, ദെൻ വാട്ട് ഈസ് വി? അവർ വി മീൻസ് സിഗ്മ വി കെ ദെൻ യു കെ, വേർ കെ ഈക്വൽ ടു 1 to n. ഓക്കെ, ഇതിൽ V1 U1 പ്ലസ് V2 U2 പ്ലസ് എക്സെട്ര. ഇതിൽ V1 ഒക്കെ സ്കെയിലറാണ്. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിനെ അങ്ങനെ എഴുതാം. വി കെ സിഗ്മ വി കെ എഫ് ഡാഷ് സി യു കെ ഇങ്ങനെ സൂചിപ്പിക്കാം. V1 U1 പ്ലസ് V2 U2. അപ്പോൾ V1 എഫ് ഡാഷ് സി U1 പ്ലസ് V2 എഫ് ഡാഷ് സി U2
എക്സെട്ര എന്ന് എഴുതാം. അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, സമ്മേഷനിൽ സൂചിപ്പിച്ചതെന്നേ ഉള്ളൂ. ഈ നേരത്തെ ഞാൻ പറഞ്ഞ എഫ് ഡാഷ് സി ബ്രാക്കറ്റ് യു കെ എന്ന് പറയുന്നത് അത് വേറൊരു സിമ്പിളാണ്. എന്തിന്? നമ്മുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് സി എലോങ് യു കെ ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു കെ ഇങ്ങനെയും എഴുതാം. എഫ് ഡാഷ് സി ബ്രാക്കറ്റ് യു കെ എന്നും കൂടി സൂചിപ്പിക്കാം. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ച് റീപ്ലേസ് ചെയ്തു. ഇനി എഫ് ഡാഷ് സി യു കെ നമ്മൾ നേരത്തെ പറഞ്ഞു. എഫ് ഡാഷ് സി യു കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതെന്ന് പറയുന്നത് kth കമ്പോണൻറ്റിൽ എന്താ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്റ്റ് ടു kth കമ്പോണൻറ്റ് ദാറ്റ് ഈസ് സിഗ്മ വി കെ വിത്ത് റെസ്പെക്റ്റ് ടു kth കമ്പോണൻറ്റ്, പാർഷ്യൽ ഡെറിവേറ്റീവ് എഫ് വിത്ത് റെസ്പെക്റ്റ് ടു kth കമ്പോണൻറ്റ്. നേരത്തെ നമ്മൾ പല നോട്ടിൽ അത് എഴുതിയിട്ടുണ്ട് ആ സംഭവങ്ങൾ. അവിടെ ഫസ്റ്റ് വീഡിയോയിലെ എക്സാമ്പിൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ ഡിനോഷനൊക്കെ. അപ്പോൾ എഫ് ഡാഷ് സി യു കെ നമ്മൾ ഡി കെ എഫ് ഓഫ് സി എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിസൾട്ട് നമുക്ക് കഴിഞ്ഞു. ഇനി എം ഈക്വൾ ടു 1 ആകുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാം. എം ഈക്വൾ ടു 1 ആകുമ്പോൾ എഫ് ഡാഷ് സി വി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എഴുതി തന്നെ വി കെ ഡി കെ എഫ് ഓഫ് സി എന്ന് കിട്ടി. കെയുടെ വേരിയേഷൻ 1 to n. ഓക്കെ, നമ്മളിങ്ങനെ എഴുതി. ഇനി ഇതിനെ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ഫസ്റ്റ് എഴുതുമ്പോൾ V1 D1 എഫ് സി, ബി കെ അല്ലേ, V1 D1 എഫ് സി പ്ലസ് V2 D2 എഫ് ഓഫ് സി പ്ലസ് എക്സെട്ര. ഇതിനെ നമ്മൾക്ക് ഡോട്ട് പ്രോഡക്റ്റ് സ്റ്റൈലിലേക്ക് മാറ്റാം. എക്സെട്ര ഡി എൻ എഫ് ഓഫ് സി ഡോട്ട് നമ്മൾ +2 പഠിച്ച റിസൾട്ട് V1 V2 എക്സെട്ര Vn ഡോട്ട് പ്രോഡക്റ്റിൽ എഴുതി. നമുക്കറിയാം എ ഡോട്ട് ബി കാണാൻ പറഞ്ഞാൽ A1i പ്ലസ് A2j B equal to B1i plus B2j. Then what is A dot B? A dot B means A1 B1 plus A2 B2. അപ്പോൾ A1 B1 plus A2 B2 എങ്ങനെ എഴുതാം? A1, B1 ഡോട്ട് A2, B2 ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കുക നമ്മൾ ചെറിയ ക്ലാസ് പോലെ കാണുന്നതാണ്. അപ്പോൾ അത് വെച്ച് നമ്മളതിനെ ഡോട്ട് പ്രോഡക്റ്റിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ഫസ്റ്റ് കമ്പോണൻറ്റ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് സെക്കൻഡ് കമ്പോണൻറ്റ്. അതെന്ന് പറഞ്ഞാൽ ഗ്രേഡിയൻ്റ് ആണ്. അതിനെ ഡെൽ എഫ് ഓഫ് സി എന്ന് എഴുതാം. ഗ്രേഡിയൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഡെൽ എഫ് ഓഫ് സി എന്ന് എഴുതി, ഡോട്ട് വി എന്ന് എഴുതി. ഇതായിരുന്നു നമുക്ക് രണ്ടാമതായിട്ട് പറയേണ്ട റിസൾട്ട്. അപ്പോൾ ഇവിടെ ഡെല്ല് എന്താണ്? ഡെല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ്. ഓക്കെ, ഡോ ബൈ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ്, ദെൻ എക്സെട്ര. എത്ര കമ്പോണൻറ്റോ അത്രയും പ്രാവശ്യം. U1 ആണെങ്കിൽ വിത്ത് റെസ്പെക്റ്റ് U1, വിത്ത് റെസ്പെക്റ്റ് U2. ഈ വിത്ത് റെസ്പെക്റ്റ് U1നെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് ഈ ഡി കെ. എന്താണ് ഡി കെ എന്ന് പറയുക? എഫ് ഓഫ് സി എന്ന് പറയുന്നത് ഡി കെ എഫ് ഓഫ് സി. അത് kth കമ്പോണ്ട്. ഫസ്റ്റ് കമ്പോണ്ട് ആകുമ്പോൾ D1 എഫ് ഓഫ് സി. അപ്പോൾ നമുക്ക് വേണ്ടുന്ന റിസൾട്ട് ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ രണ്ട് തിയറംസ് ഇവിടെ കഴിഞ്ഞ്. ഓക്കെ.